വൈ മോഡൽ എക്സാംസ്? നമുക്കറിയാം പബ്ലിക് എക്സാമിലേക്ക് ഇനി ഒരു മാസ സമയം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പകുതി സമയം പോലും നമ്മുടെ മോഡൽ എക്സാമിലേക്ക് നമുക്കില്ല. സോ ഇനി ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്, കുറേ ടോപ്പിക്സ് നമുക്ക് പഠിച്ച് തീർക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അധികം പഠിച്ച് തീരാതെ മോഡൽ എക്സാം എഴുതണോ, അല്ലെങ്കിൽ ഒരു മാസം നല്ലപോലെ ഇരുന്ന് പഠിച്ച് പബ്ലിക് എക്സാം അടിപൊളിയാക്കണോ? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമ്മൾക്കിടയിലുണ്ടായിരിക്കും. നമുക്കറിയാം CE മാർക്സ് ഒക്കെ അപ്ലോഡ് ചെയ്തു, ഇനി അതിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല, സ്കൂളിൽ അറ്റൻഡൻസ് ക്ലോസ് ചെയ്തു, അപ്പോൾ ഇനി ഈ മോഡൽ എക്സാം എഴുതിയിട്ടില്ലെങ്കിലും വലിയ വിഷയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന മെജോറിറ്റി ഇന്നിവിടെ ഉണ്ട്. പക്ഷേ മക്കളെ, ഒരിക്കലും ആ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത്. കാരണം മോഡൽ എക്സാം എന്ന് പറയുന്നത് ആക്ച്വലി പബ്ലിക് എക്സാമിന് എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു എക്സാമാണ് നമ്മുടെ മോഡൽ എക്സാം എന്ന് പറയുന്നത്. ഇത്തവണ നമുക്കറിയാം ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്ന രീതികൾ മാറാൻ ചാൻസ് ഉണ്ട്. സോ എന്തൊക്കെയാണ് നമ്മൾ പബ്ലിക്കിന് എക്സ്പെക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പബ്ലിക് എക്സാം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിന് ചെറിയൊരു സാമ്പിളാണ് ആക്ച്വലി മോഡൽ എക്സാം എന്ന് പറയുന്നത്. സോ അതെന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിനെയും പബ്ലിക് എക്സാമിനെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. മോഡൽ എക്സാമിന് എങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു, സെയിം രീതിയിൽ തന്നെയാണ് പബ്ലിക് എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ സെൻട്രൽ ടെൻഡൻസിന്ന് 22 മാർക്കിനാണ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. സെയിം പോലെ തന്നെ പബ്ലിക് എക്സാമിനും 22 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഓരോ ചാപ്റ്റർ വൈസ് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുമാണ്. സോ മോഡൽ എക്സാം എന്ന് പറയുന്നത് പബ്ലിക് എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതലായിട്ട് ഒന്നും കൂടെ നമ്മൾ ബ്രഷപ്പ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു എക്സാമാണ് നമ്മുടെ മോഡൽ എക്സാം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇനി 14 ദിവസത്തിൽ താഴെ മാത്രം സമയമേ നമ്മുടെ മോഡൽ എക്സാമിന് വേണ്ടിയുള്ളൂ. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്തൊക്കെയാണ് ഈ ഒരു കുറഞ്ഞ ദിവസത്തിൽ ചെയ്യേണ്ടത്, അതിനുള്ള ഫുൾ പ്ലാനുമായിട്ട് Xylem എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ലോഞ്ചിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്താണ് നമുക്ക് വരുന്ന ദിവസങ്ങളിലേക്കുള്ള പ്ലാൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അതിനനുസരിച്ച് നമ്മൾ കൂടെ തന്നെ നിൽക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം വർക്ക്ഔട്ട് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ടീച്ചേഴ്സ് പറയുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതിൻ്റെ കോൺസെപ്റ്റ്സ് ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസ് ക്ലിയർ അല്ല എന്ന് വിചാരിക്കുക, ഫൈൻ, കുഴപ്പമില്ല, കുറച്ച് ദിവസങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ബാക്കോട്ടേക്കുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം, അതിന് കൂടുതൽ ടൈം കൊടുത്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മോഡൽ എക്സാം അടിപൊളിയാക്കാം. ഇതിന്റെ പാറ്റേൺ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് തന്നെ ഈ ഒരു പബ്ലിക് എക്സാമിന് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും.